1943 മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ കൃഷിവലന്മാരായ കനാനായക്കാർ സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് പള്ളിയും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടവും സ്ഥാപിക്കുകയുണ്ടായി. ആ പള്ളിക്കൂടം വളർന്ന് 1960 ഹൈസ്കൂളായും 2000 ആണ്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ടു. 2000 ആണ്ടിൽ ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ 2024-25 അധ്യയന വർഷത്തിൽ സിൽവർ ജൂബിലി നിറവിലാണ്. സിൽവർ ജൂബിലി വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളും സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടുന്ന 40 അംഗ ആലോചനാ സമിതി യോഗം ചേരുകയും സിൽവർ ജൂബിലി വർഷം ഒരു മാസത്തിൽ ഒരു പ്രോഗ്രാം വെച്ച് 7 പ്രോഗ്രാമുകളും 2 ജൂബിലി പ്രോജക്റ്റുകളും നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സ്വന്തമായി വീടില്ലാത്ത ഒരു കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പ്രോജക്റ്റും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സിൽവർ ജൂബിലി സ്മാരക കെട്ടിട സമുച്ചയ നിർമ്മാണ പ്രോജക്റ്റും അടങ്ങുന്ന 2 പ്രോജക്റ്റുകളാണ് സിൽവർ ജൂബിലി വർഷം പൂർത്തിയാക്കുവാൻ വിഭാവനം ചെയ്തത്. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് അരീച്ചർ അച്ഛന്റെ അധ്യക്ഷതയിൽ പ്രസ് കോൺഫറൻസ് നടത്തുകയും സിൽവർ ജൂബിലി പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും വിശദീകരിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ 105 +2 സ്കൂളുകളിൽ റിസൾട്ടിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ സ്കൂളിന് എത്താനായി എന്നുള്ളത് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ഈ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനായിരുന്ന ശ്രീ വിനോദ് EB സാർ ട്രാൻസ്ഫറായി പോയ ഒഴിവിലേക്ക് കോട്ടയം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശ്രീമതി ടിജി KC നിയമിതയായി. ഈ സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയായിരുന്ന ശ്രീമതി ടിനി ആനി ജോൺ ട്രാൻസ്ഫറായി പോയ ഒഴിവിലേക്ക് കൈപ്പുഴ സെന്റ് ജോർജ് VHSSൽ നിന്ന് ശ്രീമതി ആൻമേരി ജോർജ് പ്രൊമോഷനോടെ നിയമിതയായി. ഈ സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ശ്രീ ജോൺസൺ ജോസഫ് ട്രാൻസ്ഫറായി പോയ ഒഴിവിലേക്ക് പയ്യാവൂർ സേക്രഡ് സ്കൂളിൽ നിന്ന് ശ്രീമതി ലീല VM നിയമിതയായി. ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. NSS വോളണ്ടിയേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊക്കഡാമ നിർമ്മിച്ചത് ശ്രദ്ധേയമായി. ജൂൺ 11-ാം തീയതി പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ യോഗത്തിൽ സിൽവർ ജൂബിലി വർഷ ഉദ്ഘാടനവും മെരിറ്റ് ഡേയും സംയുക്തമായി നടത്തി. മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സിൽവർ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത യോഗത്തിൽ സിൽവർ ജൂബിലി മാസ്റ്റർ പ്ലാൻ, സിൽവർ ജൂബിലി ലോഗോ, സിൽവർ ജൂബിലി മോട്ടോ എന്നിവ പ്രകാശനം ചെയ്തു. പോയ അധ്യയന വർഷത്തിൽ ഫുൾ A+ കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും മെമൻറ്റോ നൽകി ആദരിച്ചു. സയൻസ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് ഹോളി ഫാമിലി എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. സ്കൂളിലെ വായനാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം അമേരിക്കയിലെ ടെക്സാസ് ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജും ബളാൽ സ്വദേശിയുമായ ജസ്റ്റിസ് സുരേന്ദ്രൻ K. പട്ടേൽ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വാക്കുകളും കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. 2024 ജൂൺ 24-ാം തീയതി 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തപ്പെട്ടു. പ്രസ്തുത യോഗത്തിൽ സ്കൂളിന്റെ ഒരു അഭ്യുദയകാംക്ഷി പ്രിൻസിപ്പൽ വഴി സ്നേഹവീടിന് 1 ലക്ഷം രൂപയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ തുടർ പഠനത്തിനായി 1 ലക്ഷം രൂപയും നൽകി. കുട്ടിക്ക് വേണ്ടി ക്ലാസ് ടീച്ചർ ആ മീറ്റിംഗിൽ ആ തുക ഏറ്റുവാങ്ങുകയും ചെയ്തു. 1ാം വർഷ കുട്ടികൾ സ്കൂളിലേക്ക് വന്ന പശ്ചാത്തലത്തിൽ ആന്റി റാഗിംഗ് അവയർനെസ് ക്ലാസ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും രാജപുരം പോലീസ് സ്റ്റേഷന്റെ സഹകരണത്തോടെ നൽകപ്പെട്ടു. രാജപുരം കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ ജോബി തോമസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചത് കുട്ടികൾക്ക് ദിശാബോധം നൽകാൻ പര്യാപ്തമായി. രാജപുരം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് കുട്ടികൾക്ക് പോക്സോ നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു. 2024 ജൂലൈ 20-ാം തീയതി രക്തദാനത്തിന്റെ മൂല്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യവുമായി ഒരു രക്തദാന ക്യാമ്പ് സിൽവർ ജൂബിലി പ്രോഗ്രാം എന്ന നിലയിൽ നടത്തപ്പെട്ടു. 87 പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ നടത്തി
ശ്രദ്ധേയനായ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രതീഷ് കുമാർ പി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ പ്രോഗ്രാം പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 2023 ഓഗസ്റ്റ് 4 സർവീസിലിരിക്കെ നമ്മിൽ നിന്നും അകാലത്തിൽ വേർപെട്ടു പോയ ഈ സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയായിരുന്ന ശ്രീമതി ഡെയ്സി മാത്യു ടീച്ചറിന്റെ സ്മരണയ്ക്കായി ഡെയ്സി മാത്യു മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ പ്രസംഗ മത്സരം 2024 ഓഗസ്റ്റ് 6 പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 27 മത്സരാർത്ഥികൾ മാറ്റുരച്ചു. സമ്മാനദാന സമാപന സമ്മേളനം കണ്ണൂർ RDD ശ്രീ രാജേഷ് കുമാർ സാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കരിയർ ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രശസ്തമായ മേരി ക്യൂറി സ്കോളർഷിപ്പ് സ്വന്തമാക്കി വിദേശ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ജസ്വിൻ ജിജിക്കും രക്ഷിതാക്കൾക്കും സ്കൂളിൽ സ്വീകരണം നൽകുകയും മെമ്മന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ജസ്വിന്റെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യവും വാക്കുകളും കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗേൾസിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്കാർഫ് ഡേ ഈ വർഷം സമുചിതമായി സ്കൂളിൽ ആചരിച്ചു. രാജപുരം ടൗണിൽ വെച്ച് ആന്റി നർക്കോട്ടിക് അവയർനെസ് പ്രോഗ്രാം രാജപുരം പോലീസ് സ്റ്റേഷൻ, മർച്ചന്റ് അസോസിയേഷൻ തുടങ്ങി വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തുകയുണ്ടായി. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തിലെ PTA പ്രസിഡന്റായി ശ്രീ പ്രഭാകരൻ KAയും വൈസ് പ്രസിഡന്റായി ശ്രീ റോയി PLും MBTA പ്രസിഡന്റായി ശ്രീമതി പ്രീമ ജോജോയും MBTA വൈസ് പ്രസിഡന്റായി ശ്രീമതി ഷിജി ജോമോനും തെരഞ്ഞെടുക്കപ്പെട്ടു. വളർന്നുവരുന്ന തലമുറയിൽ ജനാധിപത്യ ബോധം വളർത്താൻ ഉതകുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രോസസ്സുകളിലൂടെയും കുട്ടികളെ ബോധപൂർവം കടത്തിവിട്ടുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ ബഹുമാനപ്പെട്ട ജോൺ MK സാറിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം സ്കൂൾ പാർലമെന്റ് കൂടി സ്കൂൾ ചെയർമാനായി മാസ്റ്റർ ഷിയോൺ സൈമണെയും സ്കൂൾ ലീഡറായി മാസ്റ്റർ നിക്കോളാസ് കറിയയെയും തെരഞ്ഞെടുത്തു. സ്കൂൾ പാർലമെന്റ് അംഗങ്ങളും സ്കൂൾ ചെയർമാനും സ്കൂൾ ലീഡറും സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. വയനാട്ടിലെ വെള്ളാർമല ഗവൺമെന്റ് സ്കൂൾ ഉരുൾപൊട്ടലിൽ സമാനതകളില്ലാത്ത ദുരന്തക്കെടുതികളിലൂടെ കടന്നുപോയപ്പോൾ രാജപുരം ALP സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി 1,20,000 രൂപ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ സമാഹരിക്കുകയും വെള്ളാർമല സ്കൂളിന് ചെറിയൊരു കൈത്താങ്ങായി നൽകുകയും ചെയ്തു. ഓഗസ്റ്റ് 13 സ്കൂൾ കായികമേള പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വരെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുകയും വിജയികളാവുകയും ചെയ്തു. ഓഗസ്റ്റ് 15 വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം LP സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ആഘോഷിച്ചു. ഓഗസ്റ്റ് 30 ഈ വർഷത്തെ സ്കൂൾ കലാമേള പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ രതീഷ് കണ്ടടുക്കം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം വിവിധ സ്റ്റേജുകളിലായി കുട്ടികളുടെ കലാമത്സരങ്ങൾ അരങ്ങേറി. നമ്മുടെ കുട്ടികൾ സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വരെ പങ്കെടുക്കുകയും വിജയികളാവുകയും ചെയ്തു എന്നുള്ളത് സ്കൂളിന് ഏറെ അഭിമാനകരമാണ്. समझे ना दुनिया तू तो मुझको समझियो दिल ना समझ है दिल को. ഈ അധ്യയന വർഷത്തിലെ അധ്യാപക ദിനം വ്യത്യസ്ത പരിപാടികളോടെ സ്കൂളിൽ ആചരിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി ഫിസിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അന്നേ ദിവസം സ്കൂളിലെത്തുകയും അകാലത്തിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ഫിസിക്സ് അധ്യാപിക ശ്രീമതി ഡെയ്സി മാത്യുവിന്റെ വരയ്ക്കപ്പെട്ട ചിത്രം ടീച്ചറിനോടുള്ള ആദരസൂചകമായി സ്കൂളിന് സമർപ്പിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ വെരി റവറൻ ഫാദർ ജോസഫ് അരീച്ചറ ഈ വർഷം റിട്ടയർ ചെയ്യപ്പെടുന്ന ശ്രീ ജോൺ MK സാറിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പൽ, മാനേജർക്കും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും സ്നേഹോപഹാരം നൽകി ആദരിച്ചു. അധ്യാപകർ തിരിച്ച് പ്രിൻസിപ്പലിനും സ്നേഹോപഹാരം നൽകി. സെപ്റ്റംബർ 13 ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സമുചിതമായി സ്കൂളിൽ ആഘോഷിച്ചു.
തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് സെപ്റ്റംബർ 14 തീയതി സ്നേഹവീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. സെപ്റ്റംബർ 21 തീയതി സ്കൂളിനെ സിൽവർ ജൂബിലിയിലേക്ക് വളർത്തിയ പൂർവ്വ മാനേജർ, പ്രധാന അധ്യാപക, PTA പ്രസിഡന്റ്, അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി സംഗമം നടത്തി. പ്രത്യേക ക്ഷണിതാക്കളായ എല്ലാവരെയും വേദിയിൽ ആദരിച്ചു. +2 സ്കൂൾ ബിൽഡിംഗ് പടുത്തുയർത്തിയ ആദ്യ മാനേജരും ആദ്യ പ്രിൻസിപ്പലും ആദ്യ PTA പ്രസിഡന്റും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമായി. ലോകം അതിലെ ഒന്നിച്ചു സഞ്ചാരമായി അടങ്ങിടാതുള്ളിൽ. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിക്കുകയും അഡ്വക്കേറ്റ് ഷാലു മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സ്കൂളിലെ കരിയർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണുമായിട്ടുള്ള ശ്രീ രഘുനാഥൻ സാർ നയിച്ചു. ജീവിതത്തിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വെച്ച് പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്ന ഒരു ക്ലാസ് പ്രശസ്ത ട്രെയിനർ ശ്രീ നിർമ്മൽ കുമാർ സാർ കുട്ടികൾക്ക് വേണ്ടി എടുത്തത് കുട്ടികൾക്ക് ഗോൾ സെറ്റിങ്ങിന് പ്രചോദനകരമായി തീർന്നു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന് സാമൂഹ്യ ഇടപെടലിലൂടെ വ്യക്തിത്വ വികസനത്തിന് അവസരം ഒരുക്കിയ ഒരു വലിയ പ്രോഗ്രാമായിരുന്നു പൂടങ്കല്ല് ജവഹർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മെഗാ മെഡിക്കൽ ക്യാമ്പ്. വോളണ്ടിയേഴ്സ് എന്ന നിലയ്ക്ക് ക്യാമ്പ് വിജയിപ്പിച്ചതിന്റെ സ്മരണയ്ക്കായി വോളണ്ടിയേഴ്സിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ജവഹർ ക്ലബ്ബ് സ്കൂളിന് നൽകുകയുണ്ടായി. ബൗദ്ധിക് 2024 എന്ന പേരിൽ പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്ത് മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ മെഗാ ക്വിസ് പ്രോഗ്രാം ഒക്ടോബർ 29 തീയതി പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ദേശീയ നിലവാരത്തിൽ അറിവിന്റെ ആഘോഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ നടത്തപ്പെട്ട മത്സരത്തിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 37 ടീമുകൾ പങ്കെടുത്തു. സമ്മാനദാന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷിനോജ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് ക്വിസ് പ്രോഗ്രാമിന്റെ മുഖ്യ സ്പോൺസറായിരുന്നു. നവംബർ 28 തീയതി സിൽവർ ജൂബിലി ഫുഡ് ഫെസ്റ്റ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് അരീച്ചിറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ അവരവരുടെ ക്ലാസ് അടിസ്ഥാനത്തിലുള്ള സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയും മത്സരാടിസ്ഥാനത്തിൽ നടത്തി. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സിൽവർ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ, കുട്ടികൾ എന്നിവർ അടക്കം 450ഓളം ആളുകൾക്ക് മതിയായ ഉച്ചഭക്ഷണം നൽകാൻ പര്യാപ്തമായിരുന്നു. കാസർഗോഡിന്റെ രുചി വൈവിധ്യം വിളമ്പിയ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ ഈ ഫുഡ് ഫെസ്റ്റ് എന്നത് ശ്രദ്ധേയമാണ്. അന്നേ ദിവസം തന്നെ അതിരൂപത തലത്തിലുള്ള ഇൻസ്പെക്ഷൻ ടീം സ്കൂൾ സന്ദർശിക്കുകയും സ്കൂൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ വിലമതിക്കുകയും വേണ്ട തിരുത്തലുകൾ നൽകുകയും ചെയ്തു.
രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ സ്റ്റഡി ടൂർ മൂന്നാർ, എറണാകുളം, വണ്ടർല എന്നീ സ്ഥലങ്ങളിലേക്ക് ഏതൊരു സ്കൂളിനും മാതൃക എന്നോണം അച്ചടക്കത്തോടെ നടത്തപ്പെട്ടു. നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ത്രിദിന ക്യാമ്പ് നടത്തപ്പെട്ടു. ക്യാമ്പ് നയിച്ച സ്കൗട്ട് മാസ്റ്റർ ശ്രീ ബോഹിത് എൻ ജോൺസണോടും ഗൈഡ് ക്യാപ്റ്റൻ ശ്രീമതി ആൻമേരി ജോർജിനോടുമുള്ള സ്കൂളിന്റെ നന്ദി അറിയിക്കുന്നു. സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ക്യാൻസർ രോഗികൾക്കായി വളരെ വിജയകരമായി സ്കൂളിൽ വെച്ച് നടത്തിയ ഹെയർ ഡൊണേഷൻ ക്യാമ്പിനുള്ള മെമന്റോ പ്രശസ്ത സിനിമാ താരം മാളവിക നായരിൽ നിന്ന് സ്കൗട്ട് മാസ്റ്റർ ശ്രീ ബോഹിത് എൻ ജോൺസണും പൊതുപ്രവർത്തകനായ ശ്രീ ജെയിൻ പി വർഗീസും ചേർന്ന് സ്കൂളിന് വേണ്ടി ഏറ്റുവാങ്ങി. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ എയ്ഡ്സ് ബോധവൽക്കരണ പ്രോഗ്രാം വ്യത്യസ്തമായ രീതിയിൽ നടത്തിയത് ശ്രദ്ധേയമായി. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ കുട്ടികളെ സമൂഹത്തോട് ചേർത്ത് നിർത്തേണ്ടതാണ് എന്ന സന്ദേശം പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി അമ്പലത്ര സ്നേഹവീട് ഭിന്നശേഷി ദിനത്തിൽ സന്ദർശിക്കുകയും ഒരു നേരത്തെ ഭക്ഷണം നമ്മുടേതായി അവർക്ക് സ്പോൺസർ ചെയ്യുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും അവരുടെ മുമ്പിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 20 സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. സിൽവർ ജൂബിലി വർഷം പ്രമാണിച്ച് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയ പ്രധാന അധ്യാപകരുടെയും വീടുകളിലെത്തി കേക്ക് മുറിച്ച് അവരെയും സ്കൂളിന്റെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കാളികളാക്കി. ഇപ്രകാരം കേക്ക് മുറിച്ചതിൽ ബഹുമാനപ്പെട്ട AL തോമസ് സാർ 4 നാളുകൾക്കപ്പുറം ഡിസംബർ 25 ഓർമ്മയായത് ഒരു നീറ്റലായി അവശേഷിക്കുന്നു. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ AL തോമസ് സാറിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രാജപുരം സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഒടയഞ്ചാൽ സ്വദേശിയുമായ പ്രമുഖ വ്യവസായി ചിറക്കൽ ശ്രീ ജെയ്സൺ ജോസഫ് തന്റെ പിതാവിന്റെ പാവന സ്മരണയ്ക്കായി കഴിഞ്ഞ 3 വർഷങ്ങളായി നൽകി വരുന്ന ചിറക്കൽ സ്കോളർഷിപ്പ് ഇത്തവണ 9 നിർധന വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ വീതം മൊത്തം 2.25 ലക്ഷം രൂപ നൽകിയത് ആ കുട്ടികൾക്ക് വലിയ കൈത്താങ്ങായി മാറി. ഡിസംബർ 21 മുതൽ NSS സപ്തദിന ക്യാമ്പ് ചുള്ളിക്കര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. ക്യാമ്പിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി സൽമ KJയ്ക്കും ക്യാമ്പിൽ സഹകരിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാ സഹകാരികൾക്കും സ്കൂളിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് പ്രോജക്റ്റിന്റെ ഭാഗമായി സ്കൂളിനെ വലിച്ചെറിയൽ മുക്ത ക്യാമ്പസായി പ്രഖ്യാപിക്കുകയും സ്കൂളും ടൗണും ശുചിയായി സൂക്ഷിക്കാനുള്ള പരിശീലനം നൽകി വരികയും ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളെ സംബന്ധിച്ച് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി മത്സരത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നീ 2 യൂണിറ്റുകൾക്കും സാധിച്ചു എന്നുള്ളതും സംസ്ഥാനതല മത്സരത്തിന് 2 യൂണിറ്റുകളും യോഗ്യത നേടി എന്നുള്ളതും അഭിമാനാർഹമാണ്. 12 കുട്ടികളാകുന്ന മെന്റീസിന് ഒരു ടീച്ചറാകുന്ന മെന്റർ എന്ന കണക്കിന് മെന്റർ മെന്റി പ്രോഗ്രാം ഈശോയും ശിഷ്യന്മാരും എന്ന തീമിനെ ബേസ് ചെയ്ത് വളരെ ഫലപ്രദമായി നടത്തിവരുന്നു. വിവിധ സബ്ജക്റ്റുകൾ ക്വാളിറ്റിയോടുകൂടി പഠിപ്പിക്കപ്പെടേണ്ട ഒരിടം എന്നതിനോടൊപ്പം ഒരു നാടിന്റെ പുതുതലമുറ രൂപപ്പെടുന്ന ഇടം എന്ന പ്രാധാന്യം കൂടി സ്കൂളിനുണ്ട് എന്ന തിരിച്ചറിവുള്ളതിനാൽ കുട്ടികളുടെ അച്ചടക്കത്തോടെയുള്ള രൂപീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകി വരുന്നു. 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്നേഹവീടിന്റെ താക്കോൽ ദാനവും സ്കൂൾ വാർഷികാഘോഷവും സംയുക്തമായി 2025 ജനുവരി 15 ഉന്നത നിലവാരത്തിൽ നടത്തപ്പെട്ടു. വിശിഷ്ടാതിഥികളെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സമ്മേളന നഗരിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. അഭിവന്യ പിതാവിനെ അനുഗമിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ K. മാണിക്യരാജ്, കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ഓഫ് സ്കൂൾസ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് പുതിയകുന്നിൽ, സ്കൂൾ പ്രിൻസിപ്പൽ. സിൽവർ ജൂബിലി ഡാൻസോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു.
25 കുട്ടികൾ അണിനിരന്ന് മനോഹരമായ സിൽവർ ജൂബിലി ഗാനം അവതരിപ്പിക്കപ്പെട്ടു. സാംസ്കാരികോന്നതിതൻ പൊൻതൂവല അർത്ഥികൾക്കെന്നും പ്രകാശഗോപുരമായി വിളങ്ങിടുമെന്റെ വിദ്യാലയം. അർത്ഥികൾക്കെന്നും പ്രകാശഗോപുരമായി വിളങ്ങിടുമെന്റെ വിദ്യാലയം. ഹോളി ഫാമിലി വിദ്യാലയം. സാധാരണഗതിയിൽ വിരസതയുളവാക്കുന്ന സ്കൂൾ റിപ്പോർട്ട് അവതരണം ഡിജിറ്റലായി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. സ്കൂളിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് ഹൈറാർക്കിയിലെയും ഗവൺമെന്റ് ഹൈറാർക്കിയിലെയും ഏറ്റവും ഉന്നതന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന യഥാക്രമം അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ മാണിക്യരാജും ഉദ്ഘാടകനായും മുഖ്യാതിഥിയായും പങ്കെടുത്തു എന്നുള്ളത് പ്രോഗ്രാമിന്റെ ഔന്നത്യം വർദ്ധിപ്പിക്കുവാൻ കാരണമായി. കോട്ടയം അതിരൂപത ഏജൻസി ഓഫ് സ്കൂൾസിന്റെ കോർപ്പറേറ്റ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് പുതിയകുന്നേൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുകയും ചെയ്തു. റിട്ടയർമെന്റിലേക്ക് പ്രവേശിക്കുന്ന MK ജോൺ സാറിന് കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പേരിൽ അഭിമന്യ പിതാവിന്റെയും മാനേജ്മെന്റിന്റെ മാനേജർ എന്നുള്ള നിലയിൽ അഭിമന്യ പിതാവിന്റെയും കോർപ്പറേറ്റ് മറ്റധ്യാപകരെല്ലാവരുടെയും പേരിൽ സാറിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഏത് സ്ഥാപനത്തിനും ജൂബിലി സ്വാഭാവികമായി കടന്നു വരുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മളിന്ന് ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ ജൂബിലി അങ്ങനെ കടന്നു പോകാനുള്ള ഒന്നല്ല. പ്രത്യുത വർണ്ണാഭമായ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ജൂബിലിയുടെ സ്മരണ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുവാനായിട്ട് ഇതിന് നേതൃത്വം നൽകിയ ശ്രീ ജോബി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുവെന്ന് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സഹായകമാകത്തക്ക രീതിയിൽ ക്രമീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. അതിൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഇതിനെ ഇത്രമാത്രം മനോഹരമാക്കുവാൻ പരിശ്രമിച്ച എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഈ പുതിയ ഊർജം, പുതിയ പന്ഥാവിലേക്ക്, സുവർണ ജൂബിലിയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പലരും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രോഗ്രാമായിരുന്നു ജോബി സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിപാടിക്കും ഒരു കുറ്റവും കുറവുമില്ലാതെ ഏറ്റവും കുറ്റമറ്റ രീതിയിലായിരുന്നു എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്നേഹവീടിൻ്റെ പരിപാടിയും അതിൻ്റെ നിർമ്മാണവും ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടി ജോബി സാറിൻ്റെ പിന്തുണയും നിർദ്ദേശവും നിരന്തരമായുള്ള സന്ദർശനവും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായി ഈ നാട്ടിലെ ജനങ്ങൾ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ മുഖാന്തരം തന്നിട്ടുള്ള ഒരു പൈസയും വേസ്റ്റായി പോകാതെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായി പൂർത്തീകരിച്ചത്. അതിനോട് സഹകരിച്ച് എല്ലാവരെയും ഈ ഹൈസ്കൂൾ, LP, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകരടക്കം
എല്ലാ വിഭാഗം ജനങ്ങളും 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ തന്നവരുണ്ട്. അവരെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഈ പൂർത്തിയായ സ്നേഹവീടിൻ്റെ താക്കോല് ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുലക്കാട്ട് പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് അത് നൽകുന്നതിന് വേണ്ടി, എന്നോടൊപ്പം അത് നൽകുന്നതിന് വേണ്ടി സ്നേഹവീട് പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത അതിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ജെയിൻ വി വർഗീസിനെയും ക്ഷണിക്കുകയാണ്. സ്നേഹവീടിൻ്റെ താക്കോല് സ്നേഹവീട് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെന്നി കുര്യനും കൺവീനർ ശ്രീ ജെയിൻ പി വർഗീസും ചേർന്ന് അഭിവന്യ പിതാവിന് കൈമാറുന്നു. അതിനുശേഷം അഭിവന്യ പിതാവിൽ നിന്നും ആ കുടുംബത്തിനു വേണ്ടി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് അരീച്ചറയും സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോബി സാറും ചേർന്ന് അത് ഏറ്റുവാങ്ങുന്നു. അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സ്നേഹവീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുകയും ചെയ്തു. സ്നേഹവീട് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെന്നി കുര്യനെയും കൺവീനർ ശ്രീ ജെയിൻ പി വർഗീസിനെയും സിൽവർ ജൂബിലി മെമന്റോ നൽകി ആദരിച്ചു. മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുക്കിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുക്കിലോരം മുരശൊലി മുഴക്കണതാരാണോ? വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്പാവേ, ഓ കളിയാടിപ്പാടാ നേരമാ. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ അധ്യാപകർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യരാകും അല്ലേ. ആ ശിക്ഷ വാങ്ങിയില്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ ശിക്ഷയാണ് സാധാരണ ഏറ്റുവാങ്ങേണ്ടിരുന്നത്. അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം അത് നമ്മൾ യാഥാർത്ഥ്യ ബോധമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് തുറന്നു പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെല്ലാം മിക്കവാറും ഞാനാണ് ഒപ്പിടുന്നത്, എല്ലാ സർട്ടിഫിക്കറ്റിലും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം പരിശോധിച്ച് നിങ്ങളുടെ ഭാവി ജീവിതം ഉന്നതമായ നിലയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, നല്ല മനുഷ്യരായി നല്ല മനസ്സുകൊണ്ട് ജീവിക്കുക. ഡോക്ടർ കെ മാണിക്യരാജ് മുഖ്യപ്രഭാഷണം നടത്തുകയും വിരമിക്കുന്ന ശ്രീ ജോൺ എം കെ സാറിന് സ്കൂളിന്റെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപനം നിർവഹിച്ചതിനു ശേഷം രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തിരികെ വന്ന് സിൽവർ ജൂബിലി വർഷത്തിൽ തൻ്റെ സംഭവബഹുലമായ അധ്യാപന സബരിയോട് റിട്ടയർമെന്റിലൂടെ വിട പറയുകയാണ്. ശ്രീ ജോൺ എം കെ സാർ ഒരു മികച്ച ഇംഗ്ലീഷ് അധ്യാപകൻ, കൃത്യതയുള്ള സംഘാടകൻ, ശബ്ദഗാംഭീര്യമുള്ള അവതാരകൻ, എല്ലാവർക്കും ഹൃദയത്തിൽ ഇടം നൽകുന്ന ഒരു നല്ല സുഹൃത്ത്, വോളണ്ടറിസം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, സ്കൂളിനെ പടുത്തുയർത്താൻ അത്യധ്വാനം ചെയ്ത കഠിനാധ്വാനിയായ അധ്യാപകൻ, ആതിഥ്യമര്യാദയുടെ ആൾ രൂപം, ഈ വിശേഷണങ്ങളുടെയൊക്കെ ആകെത്തുകയാകുന്നു ജോൺ സാർ. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നല്ല ഓർമ്മകളുടെ വർണ്ണത്തൂവലുകൾ വാരി വിതറി കർമ്മകാണ്ഡത്തിൻ്റെ സഫലതയും പേറി അധ്യാപന സബരിയോട് 2025 മാർച്ച് 31 വിട പറയുന്ന പ്രിയ ജോൺ സാറിന് ഹോളി ഫാമിലിയിലെ മുഴുവൻ സഹപ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും പേരിലുള്ള യാത്രാമംഗളങ്ങൾ നേരുന്നു. ആദ്യകാലം മുതൽ ഉള്ളവരും സ്കൂളിനെ സിൽവർ ജൂബിലിയിലേക്ക് വളർത്തിയവരുമായ 4 അധ്യാപകർ ശ്രീ ജോൺ എം കെ, ശ്രീ സാലു എ എം, ശ്രീ സാജൻ മാത്യു, ശ്രീമതി മിനി ജോസഫ് നെല്ലിക കണ്ടത്തിൽ എന്നിവരെ സ്കൂളിന്റെ സിൽവർ ജൂബിലി മെമന്റോ നൽകി ആദരിച്ചു. സിൽവർ ജൂബിലി ഗാനം എഴുതിയ മലയാള അധ്യാപകൻ ശ്രീ ഷിജു പി ലൂക്കോസിനെയും സംഗീതം നൽകിയ മനോജ് സാറിനെയും സിൽവർ ജൂബിലി മെമന്റോ നൽകി ആദരിച്ചു. സിൽവർ ജൂബിലി വർഷം സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുക്കുകയോ വിജയികളാവുകയോ ചെയ്ത എല്ലാ കുട്ടികളെയും സ്കൂളിന്റെ സിൽവർ ജൂബിലി മെമന്റോ നൽകി ആദരിച്ചു. സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ, കഥാപ്രസംഗം എഴുതി ഈണം നൽകി പരിശീലിപ്പിച്ച ഈ നാടിന്റെ സാഹിത്യ ആചാര്യൻ ജോസഫ് മാഷിനെ സിൽവർ ജൂബിലി മെമന്റോ നൽകി ആദരിച്ചു. ഇനിയുള്ള സമ്മാനങ്ങൾ
2024-25 വർഷങ്ങളിലെ സംസ്ഥാന സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ളതാണ്. അഭിനവ് എ 110 മീറ്റർ ഹർഡിൽസ് ജൂനിയർ ബോയ്സ്. സമ്മാനം നൽകുന്നതിനായി അരീച്ചനെ ക്ഷണിക്കുന്നു. അഭിനവ് എ 110 മീറ്റർ ഹർഡിൽസ് ജൂനിയർ ബോയ്സ്. ലിയോ ബിനു ഹോക്കി ജൂനിയർ മെൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. ലിയോ ബിനു. കുട്ടികൾ എത്രയും പെട്ടെന്ന് കടന്നു വരിക. ജെഫിൻ ജോസ് ഹോക്കി ജൂനിയർ മെൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. ഷിയോൺ സൈമൺ കേരള സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ ടീം. അക്സ തോമസ് 1500 അക്സ തോമസ് 1500 മീറ്റർ റണ്ണിംഗ് സീനിയർ ഗേൾസ്. ആൽഫി ടോമി ചെസ് ചാമ്പ്യൻഷിപ്പ്. ആൽഫി ടോമി ചെസ് ചാമ്പ്യൻഷിപ്പ്. ശ്രേയ ഗൗരി ഹോക്കി ചാമ്പ്യൻഷിപ്പ് അണ്ടർ ഗേൾസ് ജൂനിയർ ഗേൾസ് അണ്ടർ 17 കാറ്റഗറി. മരിയ ബിജു ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജൂനിയർ ഗേൾസ് അണ്ടർ 17 കാറ്റഗറി. ലിഫ്റ്റിംഗ് മത്സരത്തിൽ സീനിയർ ബോയ്സിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജോസഫ് ഇനോയാണ്. നമ്മുടെ ഫുട്ബോൾ ടീം കരിങ്കുന്നത്ത് വെച്ച് നടന്ന BCM ഫുട്ബോൾ ടൂർണമെന്റിൽ റണ്ണേഴ്സ് അപ്പ് കിരീടം നേടി എന്നുള്ളത് സ്കൂളിന് ഏറെ അഭിമാനകരമാണ്. സ്കൂൾ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം ഒരാഴ്ച കാലത്തോളം ടീം മാനേജേഴ്സ് എന്ന നിലയിൽ കരിങ്കുന്നത്ത് ടീമിനെ നയിച്ച ശ്രീ ജോൺ MK സാറിനും ശ്രീ മനോജ് തോമസ് സാറിനും പരിശീലകരായ അധ്യാപകർക്കും പരിശീലന സൗകര്യമൊരുക്കിയ ശ്രീ ജോയ് സാറിനും സ്കൂളിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പൊതുവായ മീറ്റിംഗിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കൺകളിൽ തിളങ്ങി നിന്നു ഭീഷണികൾ നിരന്തരം ഉയർന്നു വന്നെങ്കിലും ആ പ്രേമബന്ധമേറ്റം ദൃഢതരമാ. ഒരിക്കൽ പാവം നിർത്ത് കതീജ ജന്ന കന്യ ബീബി കതീജ കൊണ്ടേ നൂറുണ്ടേ കഥ കേട്ടത് മക്കികൾ അജബായേ അജബിന്ദു രാജബായേ താജ തരുൾ സിറ ഹമീദൻ നബി പുതുമാരന. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നിൽ നിന്നും പറന്നു പോയൊരു ചിരചൈതന്യമേ. ആയിരം കണ്ണുമായി ചെമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടക നെല്ലത് പൊക്കളി നെല്ല് മുറ്റത്തടുപ്പില് ചെമ്പിലെടുത്തിട്ട് ചപ്പും ചവാറും കത്തിച്ചു പുഴുങ്ങിട്ട് തീക്കൊണ്ടം വെയിലത്തുണക്കി എടുത്തിട്ട് ഓരലെടുത്തിട്ട് ഒലക്കയെടുത്തിട്ട് തക്കിടാതർക്കിടാതാളം പിടിച്ചൊന്നു കുത്തിത്താരിക ഒന്നു പേറ്റിത്താരിക. ചെമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടകൻ നല്ലത് പൊക്കളി നെല്ല് ചെമ്പാവ് ചെത്തി വിരിപ്പത് മുണ്ടകൻ നല്ലത് പൊക്കളി നെല്ല്. തീക്കൊണ്ടം വെയിലത്തുണക്കി എടുത്തിട്ട് തക്കിടതറികിടതാളം പിടിച്ചൊന്നു ഒന്നു പേറ്റിത്താരിക. ചിരി തൂകും മണ്ണിൻ മുത്തേ നീ ഇരവിൻ പൊൻ.
Sir, you are more than just a teacher, a mentor or guide. You are a beacon of hope, shining star who illuminates our path and inspires us to teach the stress. Your teachings have gone beyond academics. You have taught us valuable life lessons, shown us the importance of empathy, kindness, and compassion. We are forever grateful for the impact you have made in our lives, sir. Your influence has been profound and will carry lesson you taught us throughout our journey. We love you, sir. We love you more than anything. Such an incredible teacher. We love you and respect you more than the words can say. Thank you. സിൽവർ ജൂബിലി വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഒരു തുറന്ന പുസ്തകത്തിന്റെ രൂപത്തിൽ രാജപുരം ടൗണിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഒരു വർഷം മുഴുവൻ പ്രദർശിപ്പിച്ചു. 25 വർഷം ഈ നാട്ടിൽ പ്രവർത്തിച്ച ഒരു സ്കൂളിനെ പ്രതിനിധാനം ചെയ്യാൻ ഒരു തുറന്ന പുസ്തകത്തോളം പറ്റിയ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവാണ് ഈ ഒരു മാധ്യമം സ്വീകരിക്കാൻ പ്രേരിതമായത്. സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിന് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന്റെ അധ്യക്ഷതയിൽ പത്രസമ്മേളനം നടത്തുകയും പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും വിശദീകരിക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി വർഷത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇപ്രകാരം പത്രസമ്മേളനം നടത്തിയത് മൂലം ഈ വർഷം മുഴുവൻ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ പത്രത്താളുകളിൽ നിറഞ്ഞു നിന്നു. റിട്ടയർമെന്റിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോഴും വരും തലമുറയ്ക്കുള്ള ഒരു കരുതൽ എന്ന നിലയ്ക്ക് 25 വർഷത്തെ സ്കൂളിന്റെ ചരിത്രം ഒരു സ്മരണികയായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിബദ്ധതയോടെ പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ചീഫ് എഡിറ്റർ ശ്രീ ജോൺ MK സാറിനോട് സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നായി മാറി സിൽവർ ജൂബിലി ആഘോഷവും അതിന്റെ സമാപനവും. രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പ്രോഗ്രാം വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് ജനറൽ മീറ്റിംഗിനും ക്ലാസ് വൈസ് മീറ്റിംഗിനും ശേഷം ഉച്ചഭക്ഷണത്തോടുകൂടി മാതൃകാപരമായി സമാപിച്ചു.
ഈ വർഷം റിട്ടയർ ചെയ്യപ്പെടുന്ന 4 അധ്യാപകർ ശ്രീ ജോൺ MK, ശ്രീ തോമസ് മാത്യു, ശ്രീമതി മിനി ജോസഫ്, ശ്രീമതി മിനി ഫിലിപ്പ് എന്നിവർ ചേർന്ന് ബാക്കി സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയ പാർട്ടിയും സ്റ്റാഫ് അംഗങ്ങൾ തിരിച്ചു നൽകിയ പാർട്ടിയും ശ്രദ്ധേയമായി. സിൽവർ ജൂബിലി വർഷത്തിൽ നമ്മൾ വിഭാവനം ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും സമയബന്ധിതമായി പൂർത്തിയാക്കി. 2 പ്രോജക്റ്റുകളിൽ സ്നേഹവീട് പ്രോജക്റ്റ് പൂർത്തിയായി. സിൽവർ ജൂബിലി സ്മാരക കെട്ടിട സമുച്ചയം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും എല്ലാം പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ സ്കൂൾ മാനേജരോടും എല്ലാ കമ്മിറ്റി ചെയർമാൻമാരോടും കൺവീനർമാരോടും കമ്മിറ്റി അംഗങ്ങളോടും സർവോപരി ദൈവത്തോടും നന്ദി അറിയിക്കുന്നതിന് ഈ അവസരം വിനിയോഗിക്കുന്നു. ശ്രീ ജോൺ MK, ശ്രീ തോമസ് മാത്യു, ശ്രീമതി മിനി ഫിലിപ്പ്, ശ്രീമതി മിനി ജോസഫ് എന്നീ 4 അധ്യാപകർ ഈ വർഷം ഹോളി ഫാമിലി കൂട്ടായ്മയിൽ നിന്ന് വിരമിക്കുകയാണ്. പഠിപ്പിക്കുന്നു എന്നതിനപ്പുറം സ്കൂൾ ഇന്ന് കാണുന്ന രീതിയിൽ പടുത്തുയർത്തുവാൻ അത്യധ്വാനം ചെയ്ത ഇവർ 4 പേരുടെയും ശിഷ്ടജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ.